കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ആശുപത്രിവാസവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾക്കും മറുപടിയായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് രംഗത്ത്. പരിയാരം മെഡിക്കൽ കോളേജിലെ നഴ്സ് PC സ്മിതയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വസ്തുതകൾ വിശദീകരിച്ചത്. മന്ത്രി ആശുപത്രിയിൽ അഭിനയിക്കുകയാണെന്നും കയ്യിൽ കാനൂല പോലും ഇല്ലാതെയാണ് ICUവിൽ കിടക്കുന്നതെന്നുമുള്ള വ്യാപകമായ സൈബർ ആക്രമണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് സ്മിതയുടെ വിശദീകരണം. ഈ പ്രചാരണങ്ങൾ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമാണെന്ന് സ്മിത കുറിച്ചു. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട സമയത്ത് മന്ത്രി കടുത്ത ശരീരവേദന അനുഭവിച്ചിരുന്നതായി സ്മിത സാക്ഷ്യപ്പെടുത്തുന്നു. കടുത്ത കഴുത്തുവേദനയ്ക്കൊപ്പം മന്ത്രിയുടെ രക്തസമ്മർദ്ദം ഉയർന്ന നിലയിലായിരുന്നു. ശാരീരികമായ അസ്വസ്ഥതകൾക്കൊപ്പം തന്നെ തനിക്കെതിരെ നടക്കുന്ന പ്രചാരണങ്ങളിൽ മന്ത്രിക്ക് വലിയ മാനസിക വിഷമുണ്ടായിരുന്നുവെന്നും സ്മിത പറയുന്നു. ആശുപത്രിയിൽ കഴിഞ്ഞ രാത്രിയിൽ മന്ത്രി ഭക്ഷണം കഴിക്കാൻ തയ്യാറായിരുന്നില്ല. കടുത്ത വേദന കാരണം ഏകദേശം 2 മണിക്കൂർ മാത്രമാണ് അവർക്ക് ഉറങ്ങാൻ സാധിച്ചത്. ഒരു രോഗി എന്ന നിലയിൽ അവർ അനുഭവിച്ച പ്രയാസങ്ങൾ നേരിട്ട് കണ്ടവരാണ് തങ്ങളെന്ന് നഴ്സ് വ്യക്തമാക്കുന്നു. മന്ത്രിക്കൊപ്പം ICUവിൽ വെച്ച നഴ്സുമാർ എടുത്ത ഫോട്ടോ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു. എന്നാൽ ആ ഫോട്ടോ എടുത്തത് തങ്ങളുടെ ആഗ്രഹപ്രകാരമാണെന്ന് സ്മിത വെളിപ്പെടുത്തി. രാവിലെ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ച മന്ത്രിയെ നിർബന്ധിച്ചാണ് ഒരു ഇഡ്ഡലി കഴിപ്പിച്ചത്. ഭക്ഷണം കഴിച്ചതിനു ശേഷം കിടത്തുന്നതിന് മുൻപായി തങ്ങൾ തന്നെയാണ് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് മന്ത്രിയോട് ചോദിച്ചത്. തങ്ങളുടെ പിന്തുണ അറിയിക്കാനാണ് ആ ചിത്രം പങ്കുവച്ചതെന്നും സ്മിത പറഞ്ഞു. മന്ത്രി എന്നതിലുപരി ഒരു സഹോദരിയെ പോലെയാണ് അവർ തങ്ങളോട് പെരുമാറിയതെന്നും കുറിപ്പിൽ പറയുന്നു. മന്ത്രിയുടെ കയ്യിൽ സൂചിയില്ലെന്ന വാദത്തിനും സ്മിത കൃത്യമായ മറുപടി നൽകി. മന്ത്രി കാനൂല ഇട്ടിട്ടുണ്ട്. ഭക്ഷണ സമയത്ത് അത് താൽക്കാലികമായി ഡിസ്കണക്ട് ചെയ്തതായിരുന്നു. നേരത്തെ ഇട്ടിരുന്ന ഭാഗത്ത് നിറം മാറ്റം കണ്ടതുകൊണ്ടാണ് കൈത്തണ്ടയുടെ താഴ്ഭാഗത്തേക്ക് മാറ്റിയതെന്ന് സ്മിത വിശദീകരിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പോലെ അതൊരു നാടകമല്ലെന്നും കൃത്യമായ ചികിത്സയാണ് നൽകിയതെന്നും അവർ കൂട്ടിച്ചേർത്തു. ദയവായി അല്പം ദയ കാണിക്കുക, ഇത്ര ക്രൂരത അരുത് എന്ന അഭ്യർത്ഥനയോടെയാണ് സ്മിത തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം മന്ത്രി വീണ ജോർജ് ഇന്ന് പുലർച്ചെ ആശുപത്രി വിട്ടു. കണ്ണൂരിൽ നിന്ന് ഔദ്യോഗിക വാഹനത്തിൽ റോഡ് മാർഗമാണ് മന്ത്രി തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. യാത്രക്കിടെ വിശ്രമം ആവശ്യമാണെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഓൺലൈനായി ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗം മന്ത്രിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി വിലയിരുത്തിയിരുന്നു. MRI സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു. തുടർന്നാണ് മന്ത്രി തന്നെ ഡിസ്ചാർജ് ആവശ്യപ്പെട്ടത്. തലസ്ഥാനത്തെത്തിയാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരിക്കും മന്ത്രിയുടെ തുടർ ചികിത്സകൾ നടക്കുക. കഴുത്തിലെ പരിക്കിന് ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ആവശ്യമായി വരുമെന്നാണ് സൂചന. ഈ മാസം 25-ന് വൈകുന്നേരമാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച മന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച പ്രതിഷേധിക്കുന്നതിനിടയിൽ ഉണ്ടായ ഉന്തും തള്ളും കാരണമാണ് മന്ത്രിയുടെ കഴുത്തിനും കൈക്കും പരിക്കേറ്റത്. മന്ത്രിയുടെ പരിക്കിനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തിയത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. ഇത് വെറും സിമ്പതിക്ക് വേണ്ടിയുള്ള നാടകമാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ നഴ്സിന്റെ വെളിപ്പെടുത്തലോടെ ഈ ആരോപണങ്ങൾക്ക് മറുപടി ലഭിച്ചിരിക്കുകയാണ്. KSU പ്രവർത്തകർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം പ്രതിഷേധം ജനാധിപത്യപരമായിരുന്നുവെന്നും മന്ത്രിയെ ആക്രമിച്ചിട്ടില്ലെന്നുമാണ് KSU നേതൃത്വത്തിന്റെ നിലപാട്. ഒരു സ്ത്രീ എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും വീണ ജോർജിനെതിരെ നടക്കുന്ന വ്യക്തിഹത്യക്കെതിരെ സാംസ്കാരിക ലോകത്തു നിന്നും പ്രതിഷേധം ഉയരുന്നുണ്ട്. ചികിത്സയിലിരിക്കുന്ന ഒരാളെ പരിഹസിക്കുന്നത് കേരള സംസ്കാരത്തിന് ചേർന്നതല്ലെന്ന് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെട്ടു. മന്ത്രിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെങ്കിലും പൂർണ്ണമായ വിശ്രമം ആവശ്യമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വരും ദിവസങ്ങളിൽ അവർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ നിന്ന് വിട്ടുനിന്നേക്കും. മന്ത്രിയെ ശുശ്രൂഷിച്ച നഴ്സ് തന്നെ നേരിട്ട കാര്യങ്ങൾ വിശദീകരിച്ചതോടെ കാനൂലയും ചികിത്സയും കുറിച്ചുണ്ടായ അനാവശ്യ വിവാദങ്ങൾക്ക് വിരാമമാകുമെന്നാണ് കരുതപ്പെടുന്നത്. എങ്കിലും രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങൾ വരും ദിവസങ്ങളിലും തുടരാനാണ് സാധ്യത.